ലക്ഷദ്വീപിലെ മിനിക്കോയ് ദ്വീപുകാർ എക്സ്പേർട്ട് സെയിലേഴ്സാണ്. അതോടൊപ്പം തന്നെ നല്ല അടിപൊളി ഫിഷർമാന്മാർ കൂടിയാണ്. ഇവരുടെ ബോട്ടുകളൊക്കെ നല്ല രസമാണ് കാണാൻ. ബോട്ട് ഓടിക്കുന്ന ഡ്രൈവർക്ക് സ്പെഷ്യൽ ക്യാബിൻ കുറച്ച് ഉയരത്തിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ബോട്ട് കപ്പലിലേക്കൊക്കെ പോകുമ്പോൾ ബോട്ടും കപ്പലും തമ്മിൽ ടച്ച് ചെയ്യാതിരിക്കാൻ വേണ്ടി ബോട്ടിൽ കുറേ നീണ്ട മുളകളുണ്ടാവും. അപ്പോൾ ഈ മുളം കമ്പുകൾ കപ്പലായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ബോട്ടിൽ നിന്ന് ആളെ ഇറക്കുന്നതും കയറ്റുന്നതൊക്കെ. അപ്പോൾ എന്തായാലും ബോട്ടിന് തീരെ കേടുപാടുകളൊന്നും വരാറില്ല. ബോട്ട് നല്ല പുതിയ ലുക്കിൽ തന്നെ ഉണ്ടാവും. ഇനി ആന്ധ്രാദ്വീപിൻ്റെ കേസ് എടുത്താൽ മൺസൂൺ സീസണിൽ നല്ല കടലായിരിക്കും. ബോട്ട് ഓടിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല സാഹസികത നിറഞ്ഞ ധൈര്യശാലിയായ ആളായാൽ അത്രയും നല്ലത്. ഇറങ്ങുന്നവർക്കും അത്യാവശ്യം ധൈര്യം ഉണ്ടായാൽ അത്രയും നല്ലത്. നല്ല കടലായിരിക്കും. ഈ മുളയും കമ്പും കൊണ്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കപ്പലും ബോട്ടും ഇടയ്ക്കിടയ്ക്ക് വരസിയിട്ടാണ് പോകുന്നത്. എന്തുകൊണ്ടായിരിക്കും ആന്ധ്രാദ്വീപിൽ ഇത്രയും റഫ് ആവാൻ കാരണം? നാടിൻ്റെ കിടപ്പ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലായതുകൊണ്ടാണോ? അല്ലെങ്കിൽ നാട്ടിൽ ലഗൂൺസ് തീരെ ഇല്ലാത്തത് കൊണ്ടാണോ? എന്തായിരിക്കും ഇതിൻ്റെ കാരണം? അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക.